Now, Articles of Association. Articles of Association are rules and regulations the company framed for the purpose of internal management of its affairs. It deals with the rights of members of companies inter se. So, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ what is Articles of Association എന്ന് വെച്ചാൽ those are the rules and the regulations for the internal management of the affairs of the company. കമ്പനിയുടെ അകത്തെ ആൾക്കാർ പാലിക്കേണ്ട റൂൾസ് ആണ്. ഓക്കെ. അപ്പോൾ 2013 Act, it defines that articles means articles of association of a company as originally framed or as shared, altered from time to time or applied in pursuance of any previous company law of this act. Okay. Now, Memorandum of Association, it contains the fundamental conditions upon which the company is allowed to be incorporated. Articles is next in importance. They are such subordinate to or controlled by the contents of the memorandum. Though the articles are subordinate to the memorandum, if there is any ambiguity in the memorandum, articles may be used to explain it. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു വേഗ്നെസ് നമുക്ക് ഫീൽ ചെയ്താൽ വി ക്യാൻ യൂസ് ആർട്ടിക്കിൾസ്. ഓക്കെ, ആർട്ടിക്കിൾസിനകത്ത് എന്താ പറയുന്നതെന്ന് അതങ്ങോട്ട് തുറന്നു വെച്ച് വി ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഫിൽ ദാറ്റ് എന്തെങ്കിലും ഒരു ആംബിക്വിറ്റി ഉണ്ടെങ്കിൽ വി ക്യാൻ get the explanation, അല്ലെങ്കിൽ AOA can be used as a solution for it അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ MOA ആണ് ദ മെയിൻ ഡോക്യുമെൻറ്റ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ദ സബോർഡിനേറ്റ് ഡോക്യുമെൻറ്റ്. അതിൻ്റെ താഴെയായിട്ട് നിൽക്കും. ഞാൻ പറയുന്ന പോലെ ഒരു സർക്കിളിന് അകത്തുള്ള ഒരു സർക്കിൾ, ദാറ്റ് സർക്കിൾ ദ ഇൻസൈഡിലുള്ള സർക്കിളാണ് AOA, ഹൗ ദ കമ്പനി അഫെയർസ് ആർ ഗോയിങ് ഓൺ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. MOA is how the company should be running out, running, like the activities the company will be undertaking. അതാണ് MOA. Okay, so it's like a two circles. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷ്മണരേഖ പോലെ വരച്ചിരിക്കുന്നതാണ് MOA. You cannot go beyond the MOA. You cannot go beyond the AOA also. If you are going beyond the AOA, it is called as ultra-virus AOA. And if it stays inside the MOA, intravirus MOA ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റാറ്റിഫൈ ചെയ്യാം. ഇനി എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ലൈക്ക് ഒരു AOAക്കകത്ത് പറയുന്നുണ്ട്, എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ഒരു ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ കോളേജിൻ്റെ വക ഒരു ലോസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ലോസ് സേസ് യു ഹാവ് ടു ഗെറ്റ് ദി അപ്രൂവൽ ഫ്രം ലവി മിസ് എന്ന് പറയുക. ഓക്കെ, അതില്ലാതെ യു കനോട്ട് ഗോ ഫർദർ. അപ്പോൾ ഇങ്ങനൊരു ക്ലോസ് ഉണ്ടെങ്കിൽ whenever you are taking some decisions, you have to approach me, get the approval, then only it can be put forward. Okay, അങ്ങനൊരു ക്ലോസ് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. ഇൻ കമ്പനീസ് ആക്ട് 1956 ടൈമിൽ ഈ എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് you could have made decision and there was no need for any approval. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ എടുക്കാം എന്നേ പറയത്തുള്ളൂ. ഓക്കെ, എൻട്രഞ്ച്മെൻറ്റ് 2013 ആക്ട് വന്ന് എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിഷൻ വന്നപ്പോഴത്തേന് എൻ്റെ അടുത്ത് ചോദിക്കണം. ആ ഒരു ക്ലോസ് അവിടെ ഉള്ളത് കൊണ്ട് എൻ്റെ അപ്രൂവൽ മേടിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ കഴിയത്തില്ല. ഈവൻ ദോ യു ആർ 30 പീപ്പിൾ ഓവർ ദേ, ഒരു മൈനോറിറ്റിയായ എന്നോട് ചോദിച്ച് എൻ്റെ അപ്രൂവൽ കിട്ടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദിസ് ഇസ് ലൈക്ക് ഈ എൻട്രഞ്ച്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ആ ക്ലോസ് അവിടെ ഉണ്ടെങ്കിൽ അത് ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാതെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കരുത്. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ആർട്ടിക്കിൾസിനകത്ത് പറയും ഒരു ഡയറക്ടർ ക്യാൻ ഗോ ഫോർ എ 5 lakh ലോൺ എന്ന് പറയാം. ഓക്കെ, ഹി കനോട്ട് ഗോ ബിയോണ്ട് ദാറ്റ് ലിമിറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹി ഈസ് അപ്ലൈയിങ് ഫോർ 6 lakhs on loan purpose. Okay, it was not said. And if he wants to take anything more than 5 lakhs, he should get approval from special resolution. Like 2/3 of the members have to agree to it എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ
നമുക്ക് ആ രീതിയിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്താ പറയുന്നത്, ആ ഒരു ക്ലോസ് എൻട്രഞ്ച്മെൻറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു സേവ് എ മൈനോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ചില ജനറൽ മൈനോറിറ്റി ആയിട്ടുള്ള കൊച്ചു കൊച്ചു ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത വരും. ബിക്കോസ് അവരുടെ മജോറിറ്റി വോട്ടിംഗ് ആണെങ്കിൽ അവരുടെ ഒന്നും ആവശ്യമില്ലല്ലോ, മുന്നോട്ട് പോയി ഇവർക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാം. പക്ഷേ ഇൻ ഓർഡർ ടു സേഫ് ഗാർഡ് ദെയർ ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ എൻട്രഞ്ച്മെൻറ്റ് ക്ലോസസ് വെക്കും. ഇന്ന ആളുടെ അടുത്ത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ പ്രിഫർ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഇത് ചോദിച്ചിട്ട്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അവരുടെ അനുവാദം ചോദിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് ബേസിസ്. ഐ ജസ്റ്റ് മെൻഷൻ യു ഓൺലി വൺ എക്സാമ്പിൾ ഓർ ടു എക്സാമ്പിൾസ് ജസ്റ്റ് ടു മേക്ക് യു നോ വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ, കമ്പനിയുടെ പല കാര്യങ്ങൾ വിച്ച് മേ അഫക്റ്റ് or which may affect the minority എന്നുണ്ടെങ്കിൽ ആ മൈനോറിറ്റിയെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ചില ക്ലോസസ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓൺലി ഇഫ് യു ഗെറ്റ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺസ് എന്താ പറയുന്നത് അപ്രൂവൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് കണ്ടീഷൻ നീഡ് ടു ബി ഫുൾഫിൽഡ്. ഓക്കെ, ഇതാണ് entrenchment of articles. Entrenchment of articles is a new concept which is introduced in 2013 of Companies Act. The word entrenchment means to establish an attitude, habit or belief or firmly that change is very difficult or unlikely. The articles may contain provisions for entrenchment to the effect that specified provisions of articles may be altered only if the conditions or procedures as such or more restrictive than those applicable in case of special resolution are met or complied with. The provisions of entrenchment shall only be made either on the formation of a company or on amendment of articles agreed to by all the members of the company in case of private company and by special resolution in case of public companies. ഓക്കെ, അപ്പം ഞാൻ ഈ എൻട്രഞ്ച്മെൻറ്റ് കാര്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഫോർമേഷൻ ഓഫ് ദ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് ചെയ്തിട്ട് ആർട്ടിക്കിൾസിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം ഇങ്ങനത്തെ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ്. ഓക്കെ, അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി, പബ്ലിക് കമ്പനി ആണെങ്കിൽ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് വേണം ഈ എൻട്രഞ്ച്മെൻറ്റ് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യാൻ. ഓക്കെ, now articles of association must be printed, divided into paragraph, numbered, consequently signed by each subscriber. Signatures of subscribers are to be attested by witnesses. നമ്മൾ MOA പറഞ്ഞ പോലെ തന്നെ പാരഗ്രാഫ്സ് ആയിട്ടും ഉള്ള രീതി വേണം AOA പ്രിപ്പയർ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം AOAക്ക് പല ടൈപ്പ് ഓഫ് മോഡൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആസ് വി ഹാവ് സെഡ് ഇൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ദർ ആർ ഫ്യൂ മോഡൽസ് ലൈക്ക് ABCDE. ഓർക്കുന്നുണ്ടോ വെൻ ഐ സെഡ് ദാറ്റ്? സെയിം ലൈക്ക് ദാറ്റ് ടേബിൾ FGHIJ എന്ന് പറയുന്ന കുറച്ച് ടേബിൾസ് ഉണ്ട്. ആ ടേബിൾസ് അനുസരിച്ച് വേണം AOA പ്രിപ്പയർ ചെയ്യാൻ. അത് നമുക്ക് യൂസ് ചെയ്യാം. Then you can make the changes because internal management എന്ന് വെച്ചാൽ it differs according to each activities of the company അല്ലേ. അതുപോലെ ഇതിനെയും ഡിഫർ ചെയ്യും. ആ ഡിഫർ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തി പോയാൽ മതി. ഇപ്പോൾ ദ മോഡൽ വിൽ ബി അവൈലബിൾ എന്നത് കമ്പനീസ് ആക്ട് 2013. നിങ്ങൾ സ്പൈസ് പ്ലസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ യു ക്യാൻ ചൂസ് ദ മോഡൽ ഫ്രം ദെയർ ഇറ്റ്സെൽഫ്. ഓക്കെ, now articles of so it is printed, it is divided into paragraph consequently and signed by each subscriber to the memorandum. The same persons have to sign the AOA also, and it should be attested by a witness also. Okay, advantage of model articles എന്താണ് is that a company may be or by any of the regulation contained in the model articles. അഡ്വാൻറ്റേജസ് ഇതാണ്. ഓൾറെഡി മോഡൽ ആർട്ടിക്കിൾസ് ആണെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി നമുക്ക് അതിനകത്ത് വ്യത്യാസം വരുത്തി പോയാൽ മതി. ഓക്കെ, നിങ്ങളത് വായിച്ചോണേ. They are contained in duly registered articles of the company. Now, model articles shall be applicable in a manner similar to the manner in which Table A are applicable to public companies limited by shares. However, model articles shall not apply to articles of company registered under the previous Companies Act unless amended under this Act.
under the previous act there was no availability of models. Okay, അങ്ങനെ വന്നപ്പം we used to make AOA MOA കൂടുതൽ പ്രഷറൈസ്ഡ് ആയിരുന്നു അല്ലേ, കമ്പനി സെക്രട്ടറീസ് അല്ലെങ്കിൽ അവരെല്ലാം CAs അവരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതും. they keep preparing according to the activities of each and every company. Now the model is available, only thing you have to go to it and make the necessary changes in which all paragraphs you need to add. അവിടെ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പം പഴയത് AOA MOA ഒക്കെ ഉള്ളവരെല്ലാം മാറ്റി ഇപ്പോഴത്തെ ഇതിലാക്കണമെന്നൊന്നുമില്ല. if there is any want of any like provisions to be included which is compulsory under 2013 act എന്നുണ്ടെങ്കിൽ they have to do that. That's it. Now what are the contents of the articles? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ പറയുന്നു, അതിനകത്ത് ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനിയാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ എന്താണ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യേണ്ടത് ഈ AOA എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്, അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് these 21 points of contents. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എത്ര വേണം, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണ്, അവരുടെ റൈറ്റ്സ് എങ്ങനെ വേരി ചെയ്യുന്നു, there will be equity, there will be preference, then how the commissions are paid, then lien on shares, there will be some lien on shares, then calls on shares, നമ്മൾ കോൾ ചെയ്ത ഷെയർസ് എത്രയാണ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഏത് രീതിയിലാണ്, ഇറ്റ് ഡിഫേഴ്സ് അല്ലേ. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് വെൻ സംബഡി ഡൈസ് എങ്ങനെയാണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് അത് ഗാർഡിയൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ. ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ഹൗ വിൽ ബി ടേക്കിംഗ് അപ്പ് shares from another person. Okay, how the procedure for forfeiture, then conversion of shares into stock അല്ലെങ്കിൽ ഷെയർ വാറണ്ട് എങ്ങനെയാണ്, ദെൻ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഏത് രീതിയിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസോളിഡേഷൻ അല്ലെങ്കിൽ സബ് ഡിവിഷൻ പല രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ general meetings, the proceedings, threat, then voting rights of the members, voting and poll proxies, ഏത് രീതിയിലാണ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് പോകുന്നത്, 5 ഷെയർസ് ഉള്ളവർക്കായിരിക്കും ഒരു വോട്ട് കിട്ടുന്നത്, അങ്ങനെ. ദെൻ ഡയറക്ടർ, അവരുടെ അപ്പോയിൻമെൻറ്റ്, അവരുടെ റെന്യൂമറേഷൻ എത്ര, എന്ത് ക്വാളിഫിക്കേഷൻസ് ആണ് അവർക്ക് വേണ്ടത്, പവേഴ്സും പ്രൊസീജിയേഴ്സും ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, ദി അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജർ എന്താണ്, അപ്പോയിൻമെൻറ്റ് ഓഫ് എ സെക്രട്ടറി, ആൻഡ് ഡിവിഡൻസ്, ദ റിസർവ്സ്, ദ അക്കൗണ്ട് ഓഡിറ്റ്സ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, വൈൻഡിങ് അപ്പ്. ഓക്കെ, നിങ്ങൾ ആലോചിക്കും വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് AOA കുറിച്ച് ചോദിച്ചാൽ എങ്ങനെ എഴുതും. You have to, all the 21 it's difficult to remember എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളതൊരു കഥ പോലെ മനസ്സിലാക്കി വെക്കുക. ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണമല്ലോ, ആ ക്യാപിറ്റലിൻ്റെ റൈറ്റ്സ് എങ്ങനെ ആൾക്കാർക്ക് പോകുന്നതെന്ന് ഞാൻ 10 രൂപ ഇട്ടു, അല്ലെങ്കിൽ ആരാ പറയുന്നത്, ദേവിക 15 ഇട്ടു, അല്ലെ ബിജോ 20 ഇട്ടു. അപ്പം നമ്മുടെ എല്ലാ ഷെയർസ് റൈറ്റ്സ് ഏത് രീതിയിലാണ് പോകുന്നത്, അത് രണ്ടാമത്തെ കാര്യം അല്ലേ. പിന്നെ മൂന്നാമത്തെ എങ്ങനെയാണ്, വേരിയേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ്, ഹൗ ഇറ്റ്സ് വേരിയേറ്റ്. ഞാൻ ഈക്വിറ്റി ആയിരിക്കും, അടുത്ത ആൾ പ്രിഫറൻസ് ആയിരിക്കും, ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ റൈറ്റ്സ് ഏത് രീതിയിലാണ്. ദെൻ പേയ്മെൻറ്റ്, എനിക്ക് കമ്മീഷൻസ് എങ്ങനെയാണ്. പിന്നെ അടുത്തത് നിങ്ങൾ ഒറ്റയടിക്ക് ചിന്തിക്കുക, ഷെയർസിൻ്റെ കാര്യമാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ ലീന്, കോള്, ട്രാൻസ്ഫർ, ട്രാൻസ്മിഷൻ, ഫോർഫീച്ചർ, ഇപ്പോൾ എത്രയായി, 5 ആയല്ലോ. ഓക്കെ, LC 2 T 1 F, LCTF. അപ്പോൾ അതെങ്ങനെയാണ്, ലീന്, കോള്, ട്രാൻസ്മിഷൻ, ട്രാൻസ്ഫർ, ദെൻ ഫോർഫീച്ചർ, തീർന്നല്ലോ. പിന്നെ കൺവേർഷനും കൂടെ അതിനകത്ത് കയറ്റിക്കോ, അപ്പോൾ 6 കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. പിന്നെ ഷെയർ വാറണ്ട്, SW എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. നമ്മൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു, ഇനി അടുത്ത കാര്യം ഷെയർ ക്യാപിറ്റലിനെ ഓൾട്ടർ ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ മീറ്റിംഗ് വെക്കുന്ന കാര്യം, അതിൻ്റെ പ്രൊസീഡിങ്സ്. പിന്നെ ദെയർ അറ്റ് എന്നാണ് പ്രൊസീഡിങ്സ് ദെയർ അറ്റ്. ദെൻ ഓരോ മെമ്പേഴ്സിനും റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല, അവരുടെ വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ്, പോള്, പ്രോക്സി ഏത് രീതിയിലാണ് വോട്ടിംഗ്, ഷോ ഓഫ് ഹാൻഡ്സ് ആണോ, ബാലറ്റ് പേപ്പർ ആണോ. പിന്നെ അടുത്തത് എന്താണ്, ഡയറക്ടറിനെ കുറിച്ച്. ഡയറക്ടറിനെ ഒറ്റ വാക്ക് എഴുതിയിട്ട് എന്തൊക്കെ എഴുതാൻ, ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, റെന്യൂമറേഷൻ ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഡയറക്ടറിന് കുറച്ച് പവറുണ്ട്, അങ്ങനെയെല്ലാം എഴുതുക. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജർ എങ്ങനെ, സെക്രട്ടറി എങ്ങനെ, കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ആയല്ലോ. ഇപ്പോൾ ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായല്ലോ. ഇനി വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ്, ഡിവിഡൻറ്റും റിസർവും, അക്കൗണ്ട്സ് ഓഡിറ്റും വേണമല്ലോ, ബോറോയിങ് പവേഴ്സും വേണം. ഓക്കെ,
ഇത്രയും കാര്യങ്ങളായി കഴിയുമ്പോഴത്തേന് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് തീർന്നു. ഇറ്റ് ഇസ് ഈസി. 21 പോയിൻറ്റ്സ് ഉണ്ട്. ഡിഫിക്കൽട്ടാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. വെൻ ദേ ആസ്ക് അബൌട്ട് AOE, യു റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് AOE. It is a subordinate document to the MOA. It creates the rules and regulations of the company. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. There is entrenchment of articles are listed. അത് AOEക്കകത്ത് എഴുതേണ്ട എഴുതി പോയിക്കും ആ കാര്യങ്ങളും. ഒരു കൊച്ചു പാരഗ്രാഫിൽ 2 സെൻറ്റൻസ് അതിനെക്കുറിച്ച് എഴുതാം. And then what are the contents of the AOA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you can write all these things. Alteration of articles. Okay.